വന്നപ്പോൾ നമുക്ക് അവരെ കണ്ടുപോകാൻ സാധിച്ചു. മേളത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഈ രണ്ട് വിശിഷ്ട വ്യക്തികളെ ഹൃദയപൂർവ്വം സ്വാഗതം. അച്ഛനെ എത്ര വർഷമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നത്? 50 വർഷം, അടുത്തൊരു 35 വർഷമായി ചെണ്ട മേഖലയിൽ തന്നെയാണ്. ആരാണ് ഗുരുനാഥനാണ്? ഗുരുനാഥൻ എൻ്റെ അച്ഛൻ. അച്ഛനിൽ നിന്ന് പഠിച്ചു. ചേട്ടന്മാർ നല്ല വിദ്യകൾ പറഞ്ഞു. പിന്നെ മേളങ്ങളുടെ വേറെ ഗരുഡമേളങ്ങളും ഒക്കെ പഠിപ്പിച്ചു. ഗരുഡമേളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ബാക്കി മേളങ്ങളെല്ലാം അച്ഛനാണ്. ഇവിടെ ആ ഒരു കഴിവുകൊണ്ടാണ് നല്ലൊരു മേളക്കാരൻ്റെ മേളങ്ങളെ പറ്റി എന്ന് പറഞ്ഞാൽ മേളങ്ങൾ 5 മേളങ്ങൾ എന്ന് പറഞ്ഞാൽ ചെമ്പട, അടന്ത, പഞ്ചാരി, അഞ്ചടന്ത, ധ്രുവമൊക്കെ ഈ കാലങ്ങളിൽ വന്നിരിക്കുന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നതാണ്. ചെമ്പട, അടന്ത, പഞ്ചാരി, തച്ചോടം, മാനവതി, പിന്നെ കൊട്ടാത്ത മേളങ്ങൾ, പഞ്ചകുംഭം, അതൊക്കെ ആ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ത്രിപുര, അഞ്ചടന്ത, ധ്രുവം, പഞ്ചരാക്ഷരി എന്നൊക്കെ പറയുന്ന മേളങ്ങൾ. അതിപ്പോൾ ഓരോരുത്തർ ഓരോ പേരിട്ട് നിർമ്മിക്കുകയാണെന്ന് തോന്നുന്നത്. തെറ്റ് പറഞ്ഞല്ല, എല്ലാം കണക്കെല്ലാം ഒത്തുപിടിഞ്ഞ് 5 മേളങ്ങളാണ് കറക്റ്റ്. മേളങ്ങളുടെ എല്ലാ അക്ഷരകാലങ്ങൾ സെയിം ആയിരിക്കും, ശൈലിയിലായിരിക്കും വ്യത്യാസം. ഒരു മേളത്തിൻ്റെ കണക്കിൽ തന്നെ അടുത്തൊരു മേളം ഉണ്ടായിരിക്കും. കച്ചവടത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ പഞ്ചാരി 4ൻ്റെ കണക്കാണ്. അങ്ങനെ എല്ലാ മേളങ്ങൾക്കും ഓരോ മേളത്തിനുമായിട്ട് കൊട്ടുമ്പം ചിലപ്പം ഈ ഇന്ന മേളം കൊട്ടുന്നത് കച്ചവടം കൊട്ടും. ചില നാട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് പഞ്ചാരി 4ല്ലേ കൊട്ടും. അങ്ങനെ പക്ഷേ ഈ കച്ചവടത്തിൻ്റെ ഇതും ആ പഞ്ചാരി 4ൻ്റെ വ്യത്യാസം അതൊന്ന് കാണാം. കച്ചവടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം പഞ്ചാരി 4 എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുമ്പോൾ തക്കത്തച്ചി കിട്ടത്തക്ക തിത്ത തച്ചി കിട്ട തക്കത്തച്ചി തിത്ത തെറ്റി കിട്ട തക്കത്തച്ചി കിട്ടത്തക്ക തിത്ത താളസമ. താളസമയം ഇപ്പം പഞ്ചാരിക്ക് പിടിച്ചാൽ തച്ചോടത്തിന് പിടിച്ചാലും അത് കറക്റ്റ് കണക്കിൽ ആകും. അങ്ങനെ വരുമ്പോൾ അത് ചിലവർക്ക് തർക്കിക്കാം അത് പഞ്ചാരി 4ആണ്, ചിലവർക്ക് തച്ചോടമാണ്. അത് ആ ഒരു മേളത്തിൻ്റെ രീതി 2 മേളത്തിലേക്ക് അത് ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷേ അതുപോലെ തന്നെ അഞ്ചടന്ത എന്ന് പറഞ്ഞ മേളം, അഞ്ചടന്ത പറഞ്ഞാൽ കറക്റ്റ് ചെമ്പടയാണ്. ചിലർ ചെമ്പട പതികാലാണെന്ന് പറയും, ചിലർ അഞ്ചടന്തയാണെന്ന് പറയും. ചെമ്പട വന്നു കഴിയുമ്പം അത് 16 ചെമ്പടയ്ക്കാണ്. ആ 16 ചെമ്പട തന്നെ അഞ്ചടന്ത ഒന്നാം കാലം ഇതാണ്. ആ ഉണ്ടെങ്കിൽ അന്നേരം അതിൽ 4 കാലം വരുന്നു. അതുകൊണ്ടാണ് ചെമ്പട 4 കാലമെന്ന് ഇങ്ങനെ തോന്നുന്നു. അത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയത്തില്ല. പിന്നെ പല നാട്ടിൽ പല വിധമാണ്. ഇപ്പം ഈ നമ്മൾ 3 അക്ഷരം കൂട്ടുന്നു. ഇങ്ങനെ ഇത് തെക്കോട്ട് മറിയാ സംഭവമല്ലേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം അതുപോലെ താളങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു കണക്കുകളും ആ കണക്കിലാണ്. പിന്നെ ആ കണക്ക് അനുസരിച്ച് തന്നെ പല രീതിയിൽ പല സ്ഥലത്തും രീതികളുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കച്ചവടം കാണിച്ചു 2, 2, 1, 3, 4. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കണം 3, 1, 2 കൊട്ടാം, 4, 2, 1, 4, 2, 3 കൊട്ടാം. കച്ചവടം കൊണ്ടുപോകാം. അങ്ങനെ കൊട്ടാം. അങ്ങനെ 4, 2, 3 കൂട്ടിയാലും കച്ചവടം. ഇപ്പം ശില്പമേളം എന്ന് പറഞ്ഞിറങ്ങി, പഞ്ചാക്ഷരി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഇറങ്ങി റിലീസാകാതെ വന്നിരിക്കുന്നൊരു മേളം ശ്രീചക്രം എന്ന് പറഞ്ഞൊരു മേളം. എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്കറിയത്തില്ല, നമ്മളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ത്രിപഞ്ചകം, പഞ്ചകം,
അങ്ങനെ ഓരോരുത്തരുടെ രീതിയിൽ ഓരോ പേരിട്ട് മദ്യം, ഇപ്പം കാരികം, അതെല്ലാം കാലം തിരിച്ച് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കണ്ടുപിടുത്ത ഓരോ രീതി അനുസരിച്ച് കണക്കിലും അളവിലും തെറ്റാതെ മേളങ്ങൾ കൊട്ടി അങ്ങനെ ചെയ്യുന്നു. പിന്നെ മേളങ്ങളുടെ യഥാർത്ഥത്തിൽ വരുന്ന മേളങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. അത് ആ കറക്റ്റ് ഇപ്പം പഞ്ചാരിയാണെങ്കിൽ പഞ്ചാരി, അത് പാണ്ടിയാണെങ്കിൽ പാണ്ടി, അത് അടന്തയാണെങ്കിൽ അടന്ത, അതെല്ലാം കണക്കാണ്. ബാക്കി സൃഷ്ടിച്ച് വന്നിരിക്കുന്ന മേളവും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ നാട്ടിലേക്ക് അങ്ങനെയുള്ള മേളങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആസ്വാദകരും അതിനനുസരിച്ച് എണ്ണങ്ങളും നമുക്കിതിനകത്തുണ്ടാവും. ചെണ്ട ഉണ്ടാവും, നീക്കുണ്ടാവും, ഉറുമ്പുകളുണ്ടാവും, ഇടത്താളമുണ്ടാവും, തുമ്പുണ്ടാവും. ഇവിടെ നിസ്സാരം ഒരു മേളം കിട്ടുന്നതിനകത്ത് തുമ്പും കാണുകയല്ല, തുമ്പും 5 പേരുടെ കാണുകയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 പേരുടെ മേളം വന്നാൽ 2 ചെണ്ട, ഒരു കുഴൽ, ഒരു കൊമ്പ്, അടുത്ത അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ വ്യത്യാസം. അതേപോലെ ചണ്ടമേളത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്നത് വേഗം, രൂപം, ചെമ്പട, കാരിക, പഞ്ചാരി, 5 അക്ഷരത്തിലുള്ള മേളത്തിൻ്റെ താളങ്ങൾ. അല്ലാതെ ഇല്ല. പിന്നെ എന്ത് വന്നെന്ന് പറഞ്ഞാലും പഞ്ചാരിക്ക് 5 കാലത്തിലാണ് മേളം കിടക്കുന്നത്. 5 കാലത്ത് മേളം, 5-ആം കാലം നടത്തുന്നത്. ഈ ചെമ്പട ഇപ്പോൾ ഈ 3 കാലമായിട്ടാണ് ആ ഒരു കാലം കൂടെ പൊട്ടുന്നത്. ചെമ്പട 4 കാലമായിട്ട് തോന്നിക്കുന്നു. അതിൻ്റെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പൊട്ടുന്നുണ്ട്, ഞാൻ അങ്ങനെ പതിനാലുമായിട്ട് പൊട്ടുമ്പോൾ 4 കാലമില്ലാതെ അടന്ന് വരുമ്പോൾ ഒരു 1, 2, 4 കാലമാണ്. 5-ആം കാലത്ത് പറഞ്ഞ അടത്ത വട്ടം എന്ന് പറഞ്ഞു, അത് ത്രിപുടയ്ക്ക് വരുന്നത്. അത് ഇത് കഴിഞ്ഞിട്ട് രൂപത്തിലേക്ക് വരും. ആ കാലം അടന്തയ്ക്കും വരുന്നുണ്ട്, ത്രിപുടയ്ക്ക് വരുന്നുണ്ട്, പാണ്ടിക്ക് വരുന്നുണ്ട്. ആ കാലം അടന്ത 4 കാലം. വർമ്മം ഒരു മേളമായിട്ടുള്ള വർമ്മമേളം, കുംഭമേളം, അതൊക്കെ ഒരു ഇതേ ഉള്ളൂ. അതിനോട്ട് നമുക്ക് മുന്നോട്ട് ഇറക്കി കയറ്റി പിടിക്കാം, പുറകോട്ട് ഇറക്കി പിടിക്കാം. പക്ഷേ അതിൻ്റെ പഴയ ബ്രാഹ്മന്മാർ ചെയ്തിരിക്കുന്ന ഒരു കണക്കുകൾ ഇപ്പോൾ കച്ചവടം തന്നെ അതിൻ്റെ ഒരു 10 കാലം വെട്ടുമ്പോൾ അതിൻ്റെ പുറത്തൊരു കാലം പൊട്ടുന്നു. പക്ഷേ നമ്മുടെ കാലത്ത് ബ്രാഹ്മന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു 2, 1, 3 മാത്രമേ ഉള്ളൂ. ശരി, പൊട്ടുന്നു. കുംഭതാളത്തിൻ്റെ വർമ്മതാളം കിടക്കുന്ന 4, 3, 2 ഉണ്ടാകും. 1, 2, 3, 4, 1, 2, 3, 1, 2, 4, 3, 2, 1, 2, 1. കുംഭം വരുമ്പോൾ 1, 2, 4, പിന്നെ മേളത്തിൽ കൊട്ടുമ്പോൾ ഇത് അഴിച്ച് മാറ്റി വെക്കും. ഇതാണ് കണക്ക്. ചെമ്പ കിടക്കുമ്പോൾ 1, 2, 3, 4, 1, 2, 1 ഇതാണ്. പക്ഷേ ഈ ചെമ്പ വേണമെങ്കിൽ ചെമ്പയ്ക്കകത്തൊരു ശാസ്ത്രം, ഒരു ശ്ലോകമുണ്ട്. ഇങ്ങനൊരു കണക്കുണ്ട്. ഇത് ഗരുഡമേളത്തിൽ വശമായിരിക്കുന്നതാണ് ഇത് പൊട്ടുന്നത്. മേളത്തിന് 4, 2, 1 തന്നെ മേളം മാത്രമേ ഉള്ളൂ ചെമ്പയ്ക്ക്. പിന്നെ അത് ഇത് അവസാന കാലം പുറകോട്ട് 10 കാലവും 20 കാലവും ഇട്ട് പുറകോട്ട് നല്ല വെച്ച് ഇത് നോക്കണ്ട, ഇതുമായിട്ട് നോക്കണ്ട. പറയും മെയിനായിട്ട് ബേസിക് ഇത് പറയും. ബേസിക് പിന്നെ ആൾക്കാർ ഈ നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്
തൂക്കമേളം ആ തൂക്കമേളത്തെ ഗരുഡമേളം പറയുകയാണെങ്കിൽ ഗരുഡമേളത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ 18 ദേവതകൾ അടങ്ങിയ 18 മേളവും 18 മേളത്തെ ആസ്പദമാക്കിയായിരിക്കും ശബരിമല പോലും കൂടെ 18 പടിയും 18 സങ്കീർത്തനം 18 കറ്റ് പറയല്ലേ 18 കറ്റും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ 18 മേളമാണുള്ളത്. അത് ചെമ്പട, അടന്ത, അഞ്ചടന്ത, ആനത്തൂമ്പ്, കുമ്പം, അമ്പതാളം, ചെമ്പ, വലിയ ഗണപതി, എല്ലാഗരി, അത്ര മേളങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടി ഇണക്കി കൊട്ടുന്നുണ്ട്. നമ്മുടെ തിരിച്ചു മറിച്ച് കൊട്ടും. 18 മേളം ഉള്ളതാണ്. 18 മേളം നടക്കും. ത്രിപിട മേളത്തിൻ്റെ ഗരുഡമേളത്തിൻ്റെ അവസാനം വരുന്നൊരു മേളമാണ് ത്രിപിട മേളം. ത്രിപിട മേളം അങ്ങനെ എല്ലാവരും അങ്ങനെ കൊട്ടുന്നില്ല. കൊട്ടാനത്ത് കൊട്ടുന്നില്ല. ഭയങ്കര ഈ തൂക്കമേളം പോലെ തന്നെയാണ് ഏകദേശം സെയിം ആണല്ലോ നമ്മുടെ അർജുന മേളം. ഇതിൻ്റെ താളത്തെ തമ്മിൽ അർജുന നൃത്തത്തിന് വലിയ അറിവില്ല. എന്നാലും അത് ശ്ലോകവും കവിത്വം ഒക്കെ ചൊല്ലുന്ന ഓരോരോ കണക്കുകളും ഓരോരോ കൂട്ടിക്കൊട്ടും കലാശങ്ങളും. ഇപ്പം കൊട്ടുന്ന ഗരുഡമേളമല്ല, പണ്ട് കൊട്ടുന്ന ഗരുഡമേളം എന്ന് പറഞ്ഞാൽ ആ ഗരുഡമേളത്തിനകത്ത് ഇത്രക്കാലം പിടിക്കാതെ കലാശങ്ങളും താളവട്ടങ്ങളും കൊട്ടണം തോന്നുന്നു. ഇപ്പം കച്ചവടം കിട്ടുക അത് ഏത് മേളം കൊട്ടിയാലും അതിൻ്റെ അവസാനം ആ മേളത്തിൻ്റെത് ആ മേളമായിട്ട് സൂചിപ്പിച്ചിട്ട് മറ്റേ മേളത്തിലേക്ക് കയറുന്നതാണ് ആശാൻ്റെ രീതി. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. മേളങ്ങൾ സാമാന്യമുള്ള എല്ലാ മേളങ്ങളും കൊട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗരുഡമേളം തുടങ്ങുമ്പോൾ കേളി കൊട്ടുക എന്നുള്ളൊരു സമ്പ്രദായം, അതിനെപ്പറ്റി കേളി കൊട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ അത് കേളിയായിട്ട് തന്നെയാണ് കൊട്ടുന്നത്. ഗരുഡന് ഉള്ളതെന്നുള്ള ആ കഥകളിക്ക് കൊട്ടുന്ന കേളിയും ഗരുഡമേളത്തിന് കൊട്ടുന്ന കേളിയും രണ്ടും രണ്ടാണ്. സാധാരണ നല്ല രീതിക്ക് തന്നെ ഒരു കേളി ഏതെങ്കിലും ഒരു പൂവും ഒരു ഏകവും കൊട്ടിയാണ് അത് തീർക്കുന്നത്. അതിനകത്ത് മടക്കലും തട്ടലും മേളങ്ങളുടെ സമ്പ്രദായം കേളി മൂന്ന് രീതിയിൽ കൊട്ടുന്നുണ്ടെന്നാണ്. ക്ഷേത്ര കലാപീഠത്തിൽ പഠിക്കുന്ന കേളി വേറെ രീതി, കലാമണ്ഡലത്തിലെ കേളി വേറെ രീതി, സാധാരണ അല്ലാത്ത കേളി വേറെ, അങ്ങനെ 3 തരത്തിലായിട്ട്. ചില സ്ഥലങ്ങളിൽ മദ്രക്കേളിയുണ്ട്, ചില സ്ഥലങ്ങളിൽ പലതല ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ട്. അത് മദ്ദളക്കേളി കൊട്ടുമ്പം മദ്ദളത്തിനാണ് കൂടുതൽ പ്രാധാന്യം. മദ്ദളത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെണ്ടക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് പലതലക്കേളിക്ക് ചെണ്ടയ്ക്ക് പ്രാധാന്യം. പിന്നെ ആശാനെ അതുപോലെ തന്നെ നിരവധി ശിഷ്യന്മാരെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട്. ആശാനെ ഏകദേശം എത്ര ശിഷ്യന്മാരെ പഠിപ്പിച്ച്? ഞാനിപ്പോൾ നിലവിൽ തന്നെ ഒരു 1500 ശിഷ്യന്മാരെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പെണ്ണുങ്ങളെ ലേഡീസിനെയും പഠിപ്പിച്ചു. 1500 പരം ശിഷ്യന്മാരെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലേഡീസും ഉണ്ട്. ലേഡീസ് എല്ലാവരും കുറേ ഗ്രൂപ്പുകളായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതാണ്. 20 പേരെ 30 പേരെയൊക്കെ വെച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് തന്നെ ഞാൻ മേളത്തിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു 10-75 ശിഷ്യന്മാർ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ഓരോ സ്കൂളിൽ ഓരോ സ്ഥലത്തൊക്കെ അപ്പം 50 അങ്ങനെ പഠിപ്പിക്കുകയാണ്. ആ ശിഷ്യന്മാരെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ പഞ്ചായത്ത് വരെ അടുത്ത് നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ആശാൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. ആശാൻ്റെ അച്ഛനാണ് അദ്ദേഹത്തെ ചെണ്ടമേളം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിരവധി പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളോടൊപ്പം അദ്ദേഹം മേളം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന മൺമറഞ്ഞു പോയ കുറച്ച് ആശാന്മാരുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മേളത്തിലായിട്ട് ഏറ്റവും നല്ലൊരു മേളമായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി പുതുപ്പള്ളി തന്നു. അവിടുത്തെ പ്രായമുള്ള എല്ലാവരും
വിദഗ്ധന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ തോന്നിച്ചാലെന്നാണ് പറഞ്ഞാൽ കിളിപ്പറമ്പിൽ ജോർജപ്പാൻ, ചങ്ങനാശ്ശേരി അപ്പേച്ചാൻ, പെരുന്ന രാമകൃഷ്ണൻ, അച്ചങ്കേരി രാമകൃഷ്ണൻ, അവരൊക്കെ കഴിഞ്ഞ സമയത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഘടകത്തിലുള്ള ഘടകം. പക്ഷേ എനിക്ക് കിട്ടിയൊരു അവസരം അന്ന് ആ പ്രായമുള്ളവർ അപ്പുറം ടീമിൽ കൊട്ടുമ്പോൾ ഈ ചെറുപ്രായത്തിൽ നിൽക്കുന്ന ഞാനാണ് ഇപ്പോഴത്തെ കോട്ടയം ടീമിലെ കൊട്ടുകാരൻ. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ ഒരു ബഹുമതി, നല്ലൊരു ബഹുമതി എനിക്ക് അതാണ് എൻ്റെ പ്രവർത്തിക്ക് ഏറ്റവും ആയിട്ടുള്ള നല്ലൊരു. ആശാൻ്റെ മകൻ കലാമണ്ഡലത്തിൽ പഠിക്കുകയാണ്. മകനെ പറ്റി കേരള കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. 8ാം ക്ലാസ്സിൽ മണ്ഡലത്തിലാണ് അഡ്മിഷൻ. അവിടെ പഠിച്ചിപ്പം MA PG ചെയ്യുന്നു. അത് ഉള്ളിൽ ഇപ്പം ചെണ്ടയും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ MA PG ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ലൊരു ദൈവാനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. അതുപോലെ നന്നായിട്ട് തന്നെ വായിക്കുന്നുണ്ട്. മക്കളുമായിട്ടും ചെണ്ടയും അവൻ വന്ന് നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി റെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഒത്തിരി പരിപാടിക്ക് ഞാൻ പോകേണ്ട വരുന്നില്ല. പുള്ളിയുള്ളപ്പം പുള്ളി മിക്ക കാര്യങ്ങളും പുള്ളി നല്ല എന്നെക്കാളും നല്ല പവർഫുള്ളായിട്ട് പുള്ളി ചെയ്തു. അവരൊരു വലിയൊരു ദൈവാനുഗ്രഹം. നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് ആശാൻ ചെണ്ട നിർമ്മാണത്തെ പറ്റി, ആശാൻ്റെ ചെണ്ട നിർമ്മാണത്തെ പറ്റി നിരവധി ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ടതാണ്. എങ്കിലും ബേസിക്കായിട്ട് ചെണ്ടമേളം പഠിക്കുന്ന ഒരാൾക്ക് ആ ചെണ്ടയുടെ കണക്കുകളും ആ വട്ടത്തിൻ്റെ അളവുകളും അത് സംബന്ധിച്ച് ഒരു ചെറിയ ചെണ്ടയുടെ കുറ്റിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്തെ കുറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ചെന്ന് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് 21 ഇഞ്ച്, 22 ഇഞ്ച്, 20 ഇഞ്ച് അങ്ങനെ പറയുന്നത്. ഈ അങ്കുലം കണക്ക് 18 അങ്കുലം കണക്കാണ് ഈ ചെണ്ടയുടെ യഥാർത്ഥ കണക്ക്. പിന്നെ 9.25, 9.5, 9, 8.45 ഇങ്ങനെയുള്ള കണക്ക്. 9.5 അരക്കാലെന്ന് ഇപ്പോൾ എല്ലാവരും ഇങ്ങനൊരു കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 9.5 അരക്കാലെന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് ഒരു വരയുണ്ട് ഈ ടേപ്പിൽ വരുമ്പോൾ. ഒരു 9.5 അരക്കാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് എല്ലാം ചെയ്തു പറഞ്ഞ എല്ലാം 9 ഉണ്ട്. 9.5 അരക്കാലെന്ന് ഇങ്ങനൊരു ബേസിക്കലായിട്ടൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെണ്ട നിർമ്മാണത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വട്ടങ്ങൾ ഞാൻ ചെറുതായിട്ട് നിർമ്മിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. നമുക്ക് തോന്നിയപ്പം ഓരോരുത്തർ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു നല്ല പ്രൊഫഷണലായി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് വാങ്ങിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഒരു തൊഴിലുമായി അതിൻ്റെ ചെണ്ടയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. വിദേശത്തേക്കാണ് ഏറ്റവും കൂടുതൽ ചെണ്ട കൊടുത്തിരിക്കുന്നത്. ചെണ്ടയായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും, ചെണ്ടയായിട്ട് ബന്ധപ്പെട്ട ചെണ്ടയുടെ വട്ടങ്ങൾ, ചെണ്ടക്കുറ്റികൾ, കയറുകൾ, അതുമായിട്ട് ഇലത്താളം, വലന്തല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നല്ല ഉത്തരവാദിത്തത്തോടുകൂടി അദ്ദേഹം ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂടെ പ്രശസ്ത വേദികളിൽ അദ്ദേഹം നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുകയും അദ്ദേഹത്തിന് നിരവധി ആദരവുകളും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കോട്ടയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും നല്ല സപ്പോർട്ടിങ് തന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഞാൻ കൂട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വന്നിട്ട് ഞങ്ങളുടെ ടീം വർക്ക് നല്ലതായതുകൊണ്ട് നല്ല പരിപാടികൾ നല്ല ആദരവും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വേദികൾ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി 40 വർഷം ഞാൻ കൊട്ടിയാൻ അവർ അവിടുത്തെ കമ്മിറ്റി പള്ളി അംഗം അവർ ആദരിക്കുകയും പൊന്നാട അണിയിക്കുകയും മന്ത്രിയെ കൊണ്ട് നമുക്ക് ബഹുമതി തരികയും എല്ലാം ചെയ്യും. അതൊക്കെ നല്ലൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പെരുങ്ങളം കിട്ടിയിട്ടുണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, തങ്കമണിപ്പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പാലാ ജൂബിലി കിട്ടിയിട്ടുണ്ട്, പാലാ ടൗൺ പള്ളി ജൂബിലി കിട്ടിയിട്ടുണ്ട്, പാലാ പൈക ജൂബിലി സ്ഥിരമായിട്ട് നടത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളം പഠിക്കാൻ നിരവധി പറഞ്ഞു. അപ്പോൾ അവർക്ക് കടന്നു വരുന്ന കുട്ടികളോട് ബേസിക്കായിട്ട് പറയാനുള്ള ആദ്യം അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതാണ് ഏറ്റവും. പിന്നെ ഒരു മാധ്യമമായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാൻ അക്കട്ടെ എന്ന് പറയുന്നത് കണക്കൂട്ടുന്ന 3 അക്ഷരമാണ്. എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ഇപ്പം ചെണ്ട വന്നാലും ചെണ്ട വലന്തര ഇടത്താണോ, ഒരു വെറ്റില വെച്ചാലും വെറ്റില അടയ്ക്കാം വെള്ളി രൂപ. ഈ ചെണ്ട കൊട്ടിയാലും ചെണ്ട വീക്കാൻ ഇടത്താളം. അത് ബേസിക്കലായിട്ട്
ഈ ഒരു നമ്മുടെ തത്വം ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ പിതാവ് പുത്രം പരശുരാമനാണ് ഈ ഒരു 3 ദൈവത്തിനെ അടിസ്ഥാനമാക്കിയാണ് മേളം ഉൾക്കൊണ്ട് പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. അതാ തക്കിട്ട എന്ന് പറയുന്ന അക്ഷരം വന്നു. തക്കിട്ട എന്ന് പറയുന്നത് അത് എവിടെയും ലോകമെമ്പാടും ആര് കൊട്ടുപോകും അവരെല്ലാം തക്കിട്ട എന്ന് പറഞ്ഞ അക്ഷരം. പിന്നെ കുറച്ച് പേര് വലങ്കയിൽ പ്രയോഗിക്കുന്നുണ്ട്, കുറച്ച് പേര് ഇടകടങ്കയ്ക്കും. അതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതികളാണ്. ഭാവം ഇതാണ് ആ ഒരു ദൈവത്തോടുള്ള ആ ഒരു പ്രാർത്ഥന. ചെണ്ടമേളത്തെ പറ്റി നല്ലൊരു അനുഭവം നമുക്ക് പങ്കുവെച്ച ചങ്ങനാശ്ശേരി ഇവിടുത്തെ സൈചാരനും അതുപോലെ തന്നെ കുഞ്ഞോനാശാനും വളരെ നല്ലൊരു നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിന് വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ കാണുകയും നല്ലൊരു അഭിമുഖം സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകാം, എങ്കിലും നമ്മുടെ ആദ്യത്തെ ഇതൊരു പ്രോഗ്രാമാണ്. നമ്മുടെ നാട്ടിലുള്ള നിരവധി കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഒരു ഉദ്യമം. അപ്പോൾ ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടാകും, എങ്കിലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ പുതിയൊരു കലാകാരനെ തേടി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.